ഏകദേശം രാവിലെ 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റ് നേരെ മുറ്റത്തേക്കാണ് ഇറങ്ങുക. എന്നും ഉള്ള പരിപാടിയാണിത്. അപ്പോൾ ചെടികളെ നോക്കി ഇങ്ങനെ കുറച്ച് സന്തോഷത്തോടെയാണ് പിന്നെ കിച്ചണിൽ പോവുക. ഒരുപാട് പേര് പെരുന്നാളിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. തെളിഞ്ഞ അന്തരീക്ഷമാണ് പെരുന്നാളിന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ചെമ്പകം പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചെമ്പകം പറിച്ചു കൊണ്ടുവന്നാൽ പിന്നെ റൂമിലൊക്കെ കൊണ്ടുവയ്ക്കലാണ് പതിവ്. കാരണം നല്ല സ്മെല്ലായിരിക്കും റൂമിൽ. അപ്പോൾ നമ്മളിത് ആ പറിച്ചു കൊണ്ടുവന്ന് റൂമിൽ കട്ടിലിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് വെച്ചിട്ടുണ്ട്. മക്കൾ മൈലാഞ്ചിയിടൽ തലേന്ന് രാത്രി ചെയ്തതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കാനായിട്ട് ഇതാ ഉപ്പിലിട്ട് നെല്ലിക്കയൊക്കെ ആയിരുന്നു അവൾ റെഡിയാക്കിയിരുന്നത്. പിന്നെ ഞാനതിൻ്റെ ഒരു സമയത്ത് ചുരിദാർ വെട്ടി അടിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഞാൻ ചുരിദാർ തുണിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 2 കൂട്ട് തുണി എടുത്തിട്ടുണ്ടായിരുന്നു, 2 അടിച്ചത് എടുത്തിട്ടുണ്ടായിരുന്നു. പെരുന്നാളായതുകൊണ്ട് എല്ലാം കൂടെ എടുത്തതല്ല. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ കുറച്ച് കൂടുതൽ ഡ്രസ്സ് എടുക്കും. എന്നാൽ എപ്പോഴും നമുക്ക് ടൈം ഇല്ലാത്തതല്ലേ, എല്ലാ സമയത്തും നമുക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മഞ്ചേരി കസവ് കേന്ദ്രയിൽ പോയിട്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പം ഞാനിതാ എംബ്രോയ്ഡറി വർക്കുള്ള ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്രീൻ കളറും ഒരു വയലറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. വയലറ്റ് ഡാർക്ക് വയലറ്റ് അല്ല, ലാവൻഡർ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കുള്ളത് നമ്മൾ തന്നെയാണ് കട്ട് ചെയ്ത് തയ്ക്കുക. ഹൈ സ്പീഡ് മെഷീൻ ഉണ്ടായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ജോലി തീർക്കാൻ പറ്റും. അപ്പം ഞാൻ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്ന രാത്രിയാണിത് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു മനസ്സ് നല്ലൊരു സമാധാനത്തോടു കൂടി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. ആദ്യം ഒരു തുണിയിൽ ഞാൻ അളവെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കട്ടിങ് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്യുന്നത്. വയലറ്റ് തുണി നല്ല സോഫ്റ്റാണ്. എന്നാൽ ഗ്രീന് കുറച്ചും കൂടെ ഒരു ബലം പിടിച്ച തുണിയാണ്. അലക്കി വരുമ്പോൾ സോഫ്റ്റായിട്ട് വരും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിക്കലും കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇതുപോലെ ആണ് അടിച്ചിട്ടുള്ളത്. ഷാളിന് ഞാൻ ആ ഒരു ജുബയുടെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തുണി സോഫ്റ്റായ തുണി ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഷാളിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഞെറിവിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മളതിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലെ ആ ഒരു തുണിയുടെ കഷ്ണം വെച്ചിട്ട് ഷാള് ഒരു മഞ്ചാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് അടിച്ചത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഭംഗിയും നമ്മൾ തയ്ച്ച ചുരിദാറിനാണ്. റെഡിമെയ്ഡ് എടുക്കുന്നതിനെക്കാട്ടിലും ഭംഗി തയ്ച്ചതാണ്. റൗണ്ട് നെക്കാക്കിയിട്ടാണ് അടിച്ചിട്ടുള്ളത്. കൂടുതൽ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നൊരു കളറല്ല കേട്ടോ ഇതിന്, കുറച്ചുകൂടെ നല്ല മൊഞ്ചുള്ളൊരു കളറാണ്.
പിന്നെ അടുത്തത് നമ്മളെടുത്തത് ഈ ഒരു ഗ്രീൻ കളറാണ്. അതിലേക്ക് അതേ വർക്കുള്ള അതിൻ്റെ തുണി തന്നെ പാൻറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എല്ലാം വീതിയുള്ള കാലുള്ള പാൻറ്റാണ് അടിച്ചത് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഷാളിൻ്റെ അഗ്രഭാഗത്ത് ഇതുപോലെ ആ ഒരു ചുരിദാറിൻ്റെ പീസ് കൊടുത്തിട്ട് ഞാൻ ഡിസൈൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 2 കൂട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി 2 ഉള്ളത് റെഡിമെയ്ഡാണ് കേട്ടോ. പിന്നെ ഒരു തുണിയും കൂടെ ഉണ്ട് അടിക്കാൻ. അത് അടിക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതും നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ കഴുത്ത് ഭാഗത്ത് ഞാനൊരു പൈപ്പിങ് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് സീക്വൻസും മുത്തൊക്കെ തുന്നി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് ക്രീം കളർ പാൻറ്റും അതുപോലെ ലൈറ്റ് വയലറ്റും പിങ്കൊക്കെ ചേർന്ന പുള്ളികളൊക്കെ ഉള്ളൊരു ടോപ്പും. ഇതിന് ലൈനിങ് ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ്. അത്യാവശ്യം നല്ല റേറ്റും ഉള്ളൊരു തുണിയാണ്. അതിൻ്റെ നെക്കിലുള്ള വർക്കും അതിൽ ഹാൻഡിൽ വരുന്ന വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് സോഫ്റ്റായിട്ട് നമുക്ക് ചൂടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ കയ്യിന് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതിൽ വർക്കും വരുന്നുണ്ട്. ഇതുപോലെ നല്ല ഞെറിവൊക്കെ ഇട്ടിട്ടുള്ളൊരു കൈയാണ്. അത് കണ്ടിട്ടാണ് ഞാനത് ഇഷ്ടപ്പെട്ടത്. ഇനി അടുത്തത് ഇതാണ്. ഇതിട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മെറൂൺ കളറാണ്. അത് അകത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോഴാണ് ഈ ഒരു കളറായി വരുന്നത് കേട്ടോ. ഇത് വലിയ റേറ്റൊന്നുമുള്ള ചുരിദാറല്ല, എന്നാലും ഇതിൻ്റെ പാൻറ്റ് കാണാനൊരു ഭംഗിയുണ്ട്. നന്നായിട്ട് വിസ്താരമുള്ള പാൻറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഷാളും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു ജല്ലാബിയാണ് കേട്ടോ. ഇത് ഹസ്ബൻഡ് കൊടുത്തു വിട്ടാണ്. ഇത് ഷേപ്പൊന്നും ആക്കിയിട്ടില്ല. ഇതാണ് പിന്നെ പെരുന്നാളിന് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ ഈ ഒരു നൈറ്റിയും ഇതാണിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് വീടൊക്കെ ക്ലീൻ ചെയ്യുക. പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും റൂമും സെറ്റാക്കി വെച്ചു. പിന്നെയാണ് കിച്ചണിലേക്ക് പോകാനുള്ളതും നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കാനുള്ളത്. അപ്പോൾ ഹാളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടു. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും പുറത്ത് നല്ല വെളിച്ചമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നല്ല സൂര്യപ്രകാശം അകത്തേക്കൊക്കെ അടിച്ച് കയറാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ കിച്ചണിലെത്തി ഇനി അങ്ങ് ബിരിയാണി ഉണ്ടാക്കലും മറ്റു കാര്യങ്ങളൊക്കെയുള്ള തിരക്കിലാണ് കേട്ടോ. മല്ലിച്ചപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോപ്പറിലിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതക്കി സവോള അരിഞ്ഞെടുത്തു. അതുപോലെ തക്കാളിയൊക്കെ നുറുക്കിയെടുക്കുക. ഒട്ടുമിക്ക പണിയും ചോപ്പർ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ബിരിയാണി വെക്കലൊക്കെ തീരും. അങ്ങനെ ബിരിയാണിയുടെ പണി തുടങ്ങി. ബിരിയാണി വെക്കണതൊന്നും ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുപയറോട്ടുള്ള പായസം വെക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ വെന്ത് ഒന്ന് ശരിയാക്കിയെടുക്കുകയാണ്. പിന്നെ ശർക്കര പാനിയും തേങ്ങാപ്പാലും ഒക്കെ 1-ാം പാലും 2-ാം പാലൊക്കെ പാർന്ന് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും 1-ാം പാലും 2-ാം പാലൊക്കെ ഒഴിച്ച് നമ്മുടെ പായസം റെഡിയായി. ഈ വർഷം നമ്മൾ ചെറിയ ചെമ്പിലാണ് പായസം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അടുപ്പിൽ നമ്മൾ ബിരിയാണിയും റെഡിയാക്കി. ബിരിയാണിയും ഏകദേശമൊക്കെ വെന്ത് നല്ലപോലെ റെഡിയായിട്ടുണ്ട്. നെയ്യ് കുറച്ചാണ് നമ്മൾ ബിരിയാണി വെച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രൈ ആയി കിടക്കുന്നത്.
അങ്ങനെ ബിരിയാണിയും പായസവും ഒക്കെ റെഡിയായി. നമ്മൾ വിളമ്പി തുടങ്ങി പാത്രത്തിലേക്ക്. ഇനി എല്ലാവരും ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങണം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ദൂരയാത്ര ഈ പ്രാവശ്യം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം പെരുന്നാൾ പ്രമാണിച്ച് കഴുത്തിന് കുറച്ച് സുഖമില്ലാതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദൂരയാത്ര ഒഴിവാക്കിയത്. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കൽ തുടങ്ങിയത്. എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ യാത്ര പോയത്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്തത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്കും ചെയ്യണം, അതുപോലെ കമൻ്റൊക്കെ എഴുതിയിടണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെടികൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആ നമ്പർ ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആന്തൂറിയം പ്ലാന്റിൻ്റെയൊക്കെ ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.